വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. 4 മാർക്ക് 40 ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് സർവകലാശാല. ചെലവായ തുക തിരികെ വേണമെന്ന് വിദ്യാർത്ഥി. 3 അധ്യാപകർ ഉത്തരക്കടലാസ് പരിശോധിച്ച ശേഷവും വിദ്യാർത്ഥിക്ക് 40 മാർക്ക് ലഭിച്ചതായി കണ്ടെത്തി. പുനർമൂല്യനിർണയത്തിൽ 4 മാർക്ക് 40 ആയതോടെ ചെലവായ തുക തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നിയമ വിദ്യാർത്ഥി ഹൈക്കോടതിയിൽ. കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിലെ പഞ്ചവത്സര LLB വിദ്യാർത്ഥിയായ നോയ ആസിഫാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം എഴുതിയ പരീക്ഷാ ഫലം പുറത്തു വന്നതോടെ 75-ൽ 4 മാർക്ക് മാത്രമാണ് നോയയ്ക്ക് ലഭിച്ചത്. 2023 എഴുതിയ പരീക്ഷയുടെ ഫലം ഇക്കഴിഞ്ഞ മെയിലാണ് പുറത്തു വന്നത്. 4 മാർക്കായിരുന്നു വിദ്യാർത്ഥിക്ക് ലഭിച്ചത്. പ്രസ്തുത പരീക്ഷയിൽ കൂടുതൽ മാർക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ പുനർമൂല്യനിർണയത്തിന് നൽകി. 3 അധ്യാപകർ ഉത്തരക്കടലാസ് പരിശോധിച്ച ശേഷവും വിദ്യാർത്ഥിക്ക് 40 മാർക്ക് ലഭിച്ചതായി കണ്ടെത്തി. ഇതോടെയാണ് സർവകലാശാലയുടെ പിഴവാണെന്ന് തിരിച്ചറിയുന്നത്. അധികൃതരെ ബന്ധപ്പെടുകയും ചെലവായ 900 രൂപയിലധികം വരുന്ന തുക തിരികെ ലഭിക്കണമെന്നുമാണ് വിദ്യാർത്ഥി ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ സർവകലാശാല മാനദണ്ഡങ്ങളിൽ തുക തിരികെ നൽകണമെന്ന നിബന്ധനയില്ലെന്നായിരുന്നു അധികൃതരുടെ വാദം. ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. ഇതിനു പിന്നാലെ സർവകലാശാലയ്ക്ക് വീഴ്ച പറ്റിയെന്നും തൻ്റേതല്ലാത്ത കാരണത്താൽ ചെലവായ തുക തിരികെ ലഭിക്കണമെന്നുമാണ് വിദ്യാർത്ഥിയുടെ ആവശ്യം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, റീവാലുവേഷൻ പലപ്പോഴും പൈസ ചെലവുള്ള ഒരു കാര്യമാണ്. ഏകദേശം 900-നടുത്ത് പൈസ ചെലവാകുമെന്ന് അറിയാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എഴുതിയ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അർഹിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷൻ സ്ക്രൂട്ടിനിക്ക് തന്നെ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ അർഹിച്ച മാർക്കും തുടർന്നുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇക്കാര്യം മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.